രണ്ടു കാലിലും മന്ത് വെച്ചോണ്ട് ഒറ്റക്കാലിൽ മന്തുള്ള എന്നെ കുറ്റം പറയാൻ വരരുത്. അത് തന്നെ. എന്താ എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളോ? എന്താടാ എന്താ രാഘവേട്ട ഇവിടെ? എന്താ ആർക്കും മിണ്ടാട്ടോ ഇല്ലേ? ശ്യാമ എന്താ ഇവിടെ ഉണ്ടായേ? രോഹിത്ത് കുടിച്ചു വന്നപ്പോ വിഷ്ണുവേട്ടൻ ചോദിച്ചു, അത് വലിയ പ്രശ്നമായി. എടാ മക്കളെ, നിങ്ങൾക്കിത് എന്താടാ പറ്റിയത്? ഇന്ന് വരെ ഉണ്ടാകാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്. രോഹിത്, എന്താ നിന്റെ പ്രശ്നം? അയ്യോ സത്യമേ, ഒരു പ്രശ്നമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. സംശയം ഉണ്ടെങ്കിലേ ഈ നിൽക്കുന്ന ഇവളോട് ചോദിച്ചു നോക്ക്. എന്താ രോഹിത് ഈ പറയുന്നത്? ശ്യാമേ, എന്താ ഇവനീ പറയുന്നത്? ഭാമേ, കള്ളുടിച്ചിട്ടൊന്ന് പറയുക ബോധമില്ലാതെ. അയ്യോ ബോധമുണ്ട്, ബോധമൊക്കെ ഉണ്ട്. ഞാനേ ബോധത്തോട് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ബോധമില്ലാന്നാക്കുന്നത് മറ്റുള്ളവരാ. പ്രത്യേകിച്ചും ദാ ഇവള്. ഞാനോ? സത്യമേ, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അതിന്റെ ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച്. സത്യമേ, എനിക്കിതെല്ലാം എഴുതി തന്ന് എന്നോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞത് എന്നെ മാത്രം വിശ്വാസം ഉണ്ടായിട്ടല്ലേ? വിശ്വാസത്തിന് കുറവൊന്നുമില്ല. കൂട്ടത്തിൽ നിനക്കൊരു വരുമാന മാർഗം ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയ അല്ല, എന്റെ ബുദ്ധി, എന്റെ കഴിവ്, എന്റെ അറിവ് അതെല്ലാം വിറ്റ് കാശാക്കണം.